യെസ്, അങ്ങനെ എൻ്റെ ട്രെയിൻ ഏകദേശം പൂർത്തിയാവാറായി. ഇത് പൂർത്തിയായിട്ട് വേണം ഒരു വലസാൻ. ഇതായിരിക്കും ഈ നാട്ടിലെ ഏറ്റവും ബെസ്റ്റ് ട്രെയിൻ. പക്ഷേ ഇതിൻ്റെ എൻജിൻ ഇതുവരെ റെഡിയായിട്ടില്ല. എൻജിൻ റെഡിയായിട്ട് വേണം ഇതിലെ ആ പച്ച കളർ സിറിഞ്ച് കുത്തിവെക്കാൻ. എന്നാൽ മാത്രമേ ഈ ട്രെയിന് അടിപൊളിയാവൂ. അഥവാ അതിൻ്റെ അപ്പുറം കാണുന്ന ബ്ലാക്ക് സിറിഞ്ച് കുത്തിക്കഴിഞ്ഞാണ്ടല്ലോ ഈ ട്രെയിന് വല്ലാതെ ഡേഞ്ചർ ട്രെയിനായി മാറും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ എൻജിനാക്കി നേരെ അങ്ങ് കുത്തി വെക്കട്ടെ. ഓക്കെ, അങ്ങനെ ട്രെയിനിന്റെ എൻജിൻ സെറ്റായി. ഷടാ, ഇതാരാണ് വിളിക്കുന്നേ? ഇനിയിപ്പോ ആ സിറിഞ്ചും കൂടി കുത്തി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അതിന്റെ ഇടയിൽ വിളിക്കുന്നു. ആഹാ, ഈ ഹൽക്കിന് എന്താണ് ഇവിടെ പരിപാടി? ഓ, ഇത് എന്തോന്നാണ്? കാര്യമായ എന്തോ ഒരു പണിയാണല്ലോ. വലിയ ട്രെയിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓഹോ, ഇവന്റെ തല വെച്ചുണ്ടാക്കിയ ട്രെയിനാണല്ലോ ഇത്. അപ്പോ ഇവന് നാട്ടില് വലിയ സ്റ്റാർ ആവാൻ നോക്കാണല്ലേ? ഇതെന്താണ് ഇവിടെ പച്ച സിറിഞ്ചും ഒരു കറുത്ത സിറിഞ്ചും ഉണ്ടല്ലോ. എനിക്ക് തോന്നി പച്ച കുത്തിയാ ഈ ട്രെയിന് അടിപൊളിയാവുന്നു. പക്ഷെ ആ കറുപ്പ് കുത്തി കഴിഞ്ഞാ എന്തെങ്കിലും ഡേഞ്ചർ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ആ കറുത്ത സിറിഞ്ച് കുത്താൻ ഗൈസ്. ഓക്കെ, അങ്ങനെ ഈ കറുത്ത സിറിഞ്ച് എടുത്ത് ഞാൻ ഇതിന്റെ ദേഹത്തേക്ക് കുത്തി വെക്കട്ടെ. ഇന്നാ പിടിച്ചോ. ഓക്കെ, അങ്ങനെ ആ കറുത്ത സിറിഞ്ച് കുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഹൽക്കിന് എന്ത് പണിയാ കിട്ടുന്നെന്ന് നോക്കണല്ലോ. ഇവിടുന്ന് ഞാൻ പെട്ടെന്ന് ഓടട്ടെ. ആ ഹൽക്ക് ഇപ്പൊ വരും. അയ്യോ, എനിക്ക് ജീവൻ വെക്കുന്നത് പോലെയുണ്ട്. യെസ്, എനിക്ക് ജീവൻ വെച്ചു. ഞാൻ വരുന്നു സിറ്റിയെ നശിപ്പിക്കാൻ. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ആ ട്രെയിനിന്റെ പണി പൂർത്തിയാക്കട്ടെ. ഓ നോ, എന്റെ ട്രെയിൻ എവിടെ പോയി? അയ്യോ, ഇതെന്താണ് ഇവിടെ? ഇവിടെ 2 സിറിഞ്ച് ഉണ്ടായിരുന്നില്ലേ? ഒരു സിറിഞ്ച് കാണുന്നില്ലല്ലോ. ഇവിടെ പച്ച സിറിഞ്ച് മാത്രമേ ഉള്ളൂ. ആ ബ്ലാക്ക് ആരോ ഇതിന്റെ ദേഹത്ത് കുത്തിവെച്ചെന്ന് തോന്നുന്നു. ഓ നോ, ഇതാര പണിയായിരിക്കും? ഇത് ആരാ ചെയ്തതെന്ന് നോക്കാൻ സമയമില്ല. എന്തായാലും കുത്തിവെച്ചത് ആ ബ്ലാക്ക് സിറിഞ്ചാണ്. അത് കുത്തിവെച്ച് കഴിഞ്ഞെങ്കിൽ ആ ട്രെയിന് ഭയങ്കര ഓവർ പവർ ആവും. അയ്യോ, ഞാൻ എന്തായാലും പെട്ടെന്ന് പോട്ടെ. എന്തായാലും ഇപ്പൊ ആ ട്രെയിന് സിറ്റിയെ നശിപ്പിക്കാൻ പോയിട്ടുണ്ടാവും. രാവിലെ ആയോ? ഓ അതെ, ഡോ ചായയുടെ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഇപ്പടാൻ ചാക്ക. രാവിലെ എങ്ങോട്ടേക്കെങ്കിലും പോകുന്നതിന് മുമ്പ് TV എന്തായാലും കാണണം. പ്രധാന വാർത്തകൾ. സിറ്റിയിൽ അതിഭീകരമായ ഒരു ഹൽക്കിന്റെ തലയുള്ള ഒരു പച്ച ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. അത് സിറ്റിയെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. എന്തോന്ന്? ഹൽക്കിന്റെ പോലെയുള്ള ട്രെയിനോ? ഇതെന്തോന്നാണേ? അയ്യോ, ഇത് ഡേഞ്ചർ ആണെന്നാണല്ലോ തോന്നുന്നത്. ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോവാനിരിക്കുകയായിരുന്നു. എന്തായാലും പോവാനും പറ്റൂല. ഇത് ഹൽക്കിനെ പോലെയുള്ള ഒരു ട്രെയിനാണ്. ഓക്കെ, അപ്പോ ഇതിന്റെ നിർമ്മാതാവ് ആരായിരിക്കും? ഇത് ആരാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ഹൽക്കിന്റെ തലയുള്ള ട്രെയിനാണല്ലോ, അപ്പൊ നമുക്ക് ഹൽക്കിനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം. ഓക്കെ. ഈ നേരത്താണെങ്കിൽ ഹൽക്കിന് കോളും പോകുന്നില്ല. ഇത് എന്തോന്നാണ്? ഇത് എപ്പോഴും ഇത് വരും. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ടു കോൾ ഹൽക്ക്. അപ്പോൾ ഗൈസ്, നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക ഗൈസ്. നമുക്ക് ഹൽക്കിനെ വിളിച്ച് കാര്യം ചോദിക്കണ്ടേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എന്തായാലും നമ്മളെ ഹൽക്കിനെ ഇപ്പോൾ വിളിക്കാൻ പറ്റിയിട്ടുണ്ട്. ഹൽക്കേ. ജാക്കേ, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ ഹൽക്കേ? അതെ, ഞാനൊരു അടിപൊളി ട്രെയിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിനാരോ വൈറസ് ഉള്ള ബ്ലാക്ക് കളർ ഇഞ്ചക്ഷൻ കുത്തിവെച്ച് പോയിട്ടുണ്ട്. ഇപ്പൊ അത് ഭയങ്കര ഡേഞ്ചറാണ്. ഓഹോ, അതാണല്ലേ ഈ ന്യൂസിൽ ഇത്ര വയലന്റ് ആയിട്ട് ഈ ട്രെയിൻ പോകുന്നത്. അതെ, അത് നിങ്ങളുടെ സിറ്റിയിലേക്ക് വന്നോ? പിന്നല്ലാണ്ട് ഇവിടെ മുഴുവൻ നശിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അയ്യോ, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പെട്ടെന്ന് വരാട്ടോ. അതെ, നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ. ജാക്കേ. ഹൽക്കേ, വാ ഇങ്ങോട്ടേക്ക് വാ, പെട്ടെന്ന് വാ. ഈ ന്യൂസ് നോക്കിയാ നീ? ജാക്കേ, ഞാൻ കണ്ടു. ഇതിലേക്ക് ആരാണെന്തോ ആ വൈറസ് ഉള്ള ബ്ലാക്ക് സിറിഞ്ച് കുത്തിയത്. എടാ മണ്ട, ഇവിടെ കാര്യമായിട്ട് ഇവിടെ ന്യൂസ് നോക്കുമ്പോ അവന് കാർട്ടൂൺ വെച്ച് കളിക്കാം. ജാക്കേ, അവനെ വിട്. എന്തായാലും ഇപ്പൊ നമ്മളെന്താ ചെയ്യാ? ആ ബ്ലാക്ക് സിറിഞ്ചിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചെങ്കിൽ ആ ബ്ലാക്ക് സിറിഞ്ച് വെച്ച ആ സാധനം ഉണ്ടല്ലോ, അത് വളരെയധികം വലുതാവും. അയ്യോ ഹൽക്കേ, നീ എന്തൊരു പണിയാണ് കാണിച്ചിട്ടുള്ളത്.
ഞാൻ അതിഭീകരമായ ട്രെയിൻ ആയിരിക്കുന്നു. എന്തായാലും ജാക്കെ ഇപ്പൊ തന്നെ ആ ട്രെയിന് വല്ലാണ്ട് വലുതായിട്ടുണ്ടാവും. ഞാൻ എങ്ങനെയെങ്കിലും ആ ട്രെയിനിനെ നശിപ്പിക്കാൻ നോക്കട്ടെ. അതെ ഹൽക്കെ, കഴിയുന്നത്ര വേഗത്തില് ആ ട്രെയിനെ നശിപ്പിക്കാൻ നോക്കട്ടോ നീ. അയ്യോ ഹൽക്കെ, നോക്ക് അതെന്തോന്നാണ്. അതെ ജാക്കെ, അതാണ് ആ ട്രെയിന്. ഹൽക്കെ, നീ പെട്ടെന്ന് പോ, അതിനെ നശിപ്പിക്കാൻ നോക്ക്. എനിക്ക് തോന്നില്ല അതിനെ നശിപ്പിക്കാൻ പറ്റുമെന്ന്, പക്ഷെ ഞാൻ ശ്രമിക്കാം. എടാ ഹൾക്ക് ട്രെയിനെ, ഞാൻ നിന്നെ തീർക്കൂടാ. നീ വന്നോ? എന്താടാ, നിനക്ക് എന്നെ തൊടാൻ പോലും പറ്റൂല. ആഹാ, ഇത്രക്ക് തരുമോ? നന്നാ പിടിച്ചോ. അയ്യോ അയ്യോ, നിന്റെ ദേഹത്തേക്കൊന്നും കൊള്ളുന്ന പോലും ഇല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അയ്യോ, നീ എന്തോന്നാണ് ഈ പറക്കാണല്ലോ. നിനക്ക് എന്നെ തൊടാൻ പറ്റൂല. എന്നാ പിടിച്ചോ. അയ്യോ വെടിവെക്കുന്നു. അയ്യോ എന്തൊരു വെക്കലാണ്. അയ്യോ രക്ഷപ്പെട്ടോ. എന്തൊരു വെടിവെക്കലാണ്. ചാക്കെ എന്താ ഹൽക്കെ, എന്തായി? അവനെ എനിക്ക് തൊടാൻ പോലും പറ്റുന്നില്ല. അവൻ അവിടെ കിടന്ന് പറക്കാണ്. പറക്കുകയാണെന്നോ? അയ്യോ, ഇവന് മുമ്പേത്തെക്കാള് വലുതാണല്ലോ. ഹൽക്കെ, നീ ഇങ്ങോട്ടൊക്കെ വാടാ. അയ്യോ, അവൻ നോക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വാൾക്കെ. എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. എന്റെ കയ്യില് വലുതാവുന്ന ഒരു ഗുളികയുണ്ട്. വാ ഹൽക്കെ, ഞാൻ നിനക്കത് തരാം. ശരി ഹൽക്കെ, ദാ ഈ ഗുളികയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഓ ജാക്കെ, ഇത് തിന്നാ ഞാൻ വലുതാവോ? വളരെ അധികം വലുതാവും. ഓ എന്നാ ശരി, ഞാൻ എന്തായാലും തിന്നട്ടെ. A few moments later. ദാ ഹൽക്ക് ട്രെയിൻ, ഞാൻ വരുന്നു. അതെ ഹൽക്കെ, നീ എന്താടാ ഇത്ര വലുതായത്? നിനക്ക് മാത്രമല്ല വലുതാവാൻ പറ്റാ, എനിക്കും പറ്റും. എന്നാ പിടിച്ചോ. അയ്യോ, നിന്റെ വെടിയൊന്നും എന്നെ ഏൽക്കില്ലടാ. ഇനി എന്റെ ഊഴം. ഇന്നാ പിടിച്ചോ. യെസ്, ഇന്ന പിടിച്ചോ. മതി. ഇപ്പൊ പഠിച്ചോ പാഠം? ഇല്ലടാ, ഞാൻ അങ്ങനെയൊന്നും തോൽവി സമ്മതിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇന്നാ പിടിച്ചോ ഈ മരുന്ന്. അതെ ഹൽക്കെ, നീ എന്താടാ എന്നെ കഴിപ്പിച്ചത്? അതൊന്നുമല്ലടാ, അതാണ് ചെറുതാവുന്ന മരുന്ന്. ഓഹോ, നീ അപ്പൊ എന്നെ ചെറുതാക്കാനുള്ള പ്ലാൻ ആണല്ലേ? അതേടാ. അയ്യോ, ഞാൻ ചെറുതാവണല്ലോ. അയ്യോ രക്ഷിക്കണേ. എടാ ഹൽക്കെ, എന്നെ നീ ഇത്രയും ചെറുതാക്കിയില്ലേ? അയ്യോ, ഇവിടെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലല്ലോ. ശരി, ഇനി ഞാൻ ചെറുതാവട്ടെ. അതെ, നീ ഒന്നുമല്ലടാ. ഇന്നാ പിടിച്ചോ. അയ്യോ, അങ്ങനെ ആ ട്രെയിന് ഭൂതം പോയി. ജാക്കേ, ദാ ഹൽക്കെ വരുന്നു. ഹൽക്കെ, അടിപൊളി ഹൽക്കെ, ഞാൻ കണ്ടു കേട്ടോ. എന്തായാലും നിന്റെ മരുന്ന് കാരണമാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇന്നത്തെ അടിപൊളി ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എന്തായാലും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പും കൂടി ചെയ്തേക്കാം.